ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ KWൻ്റെ അണ്ടറിൽ വരുന്ന ഓവർസിയർ ഗ്രേഡ് 2, അതേപോലെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്ന എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കുമല്ലോ എല്ലാവരും. അതിൽ മെക്കാനിക്കലിൻ്റെ ഒരു ചെറിയൊരു പോർഷനും കൂടി നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതിലെ മൊഡ്യൂൾ 2-ലെ സ്ക്രൂ ത്രെഡാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ ഹെലിക്കൽ ഗ്രൂവ് ഫോംഡ് ഓൺ എ സിലിണ്ടർ സർഫസ്. ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ ഉണ്ടാകുന്ന ഒരു ഹെലിക്കൽ ഗ്രൂവ് ആണ് സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഈ ബോൾട്ട്, ഈ ഫിഗറിൽ കാണിച്ചത് കണ്ടില്ലേ, ബോൾട്ട്, നട്ട്, സ്ക്രൂവ്, ത്രെഡ്, അതൊക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതന്നെ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. എക്സ്റ്റേണൽ ത്രെഡും വരുന്നുണ്ട്, ഇൻറ്റേർണൽ ത്രെഡും ഉണ്ട്. ഈ ഫിഗറിൽ കണ്ടില്ലേ, ഈ ഒരു ഇതാണ് എക്സ്റ്റേണൽ അല്ലേ, നമുക്ക് പുറമേ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്റ്റേണൽ ത്രെഡിൽ എന്തായിരിക്കും, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ആണിത്. അവിടെ ത്രെഡ് ഫോം ചെയ്യുന്നത് ഔട്ട്സൈഡ് ആയിരിക്കും അല്ലേ, അതാണ് എക്സ്റ്റേണൽ ത്രെഡ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബോൾട്ട്, സ്ക്രൂവ്, സ്റ്റഡ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇൻറ്റേർണൽ ത്രെഡ് എന്ന് പറയുമ്പം അവിടെ ത്രെഡ് എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്, ഉള്ളിലായിരിക്കും, ആ ഒരു ഷാഫ്റ്റിൻ്റെ ഉള്ളിലായിരിക്കും അത് ഫോം ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഹോൾ, നട്ട് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് ദ സ്ക്രൂ ത്രെഡ് ഓരോന്നും നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ഫിഗറിൽ കാണിക്കുന്നത് എക്സ്റ്റേണൽ ത്രെഡിലാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെയായിരിക്കും ഇൻറ്റേർണൽ ത്രെഡിലും വരുന്നത്. സോ ഓരോ പാർട്സ് ഞാൻ എലമെൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്ത് തരാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രസ്റ്റ്. ഈ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ടോപ്പ് എഡ്ജിനെയാണ് നമ്മൾ ക്രസ്റ്റ്, ഈ ത്രെഡിൽ വരുന്ന ടോപ്പ് എഡ്ജിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ടേമാണ് റൂട്ട്. റൂട്ട് എന്ന് പറയുന്നത് അപ്പം എന്താ, ഈ ഒരു ബോട്ടം എഡ്ജിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ ക്രസ്റ്റും റൂട്ടും തമ്മിലുള്ള ആ ഒരു വേർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടില്ലേ, അതിനാണ് നമ്മൾ ഡെപ്ത് ഓഫ് ദ ത്രെഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്രസ്റ്റ് ആൻഡ് ദ റൂട്ട് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ്. പിന്നെ വരുന്നതാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഫ്ലാങ്സ് ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നതാണ് ഫ്ലാങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ത്രെഡ് ആംഗിൾ. ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ഫ്ലാങ്സുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ദ സൈഡ് ഓഫ് ദ ത്രെഡുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെയും വരും ഇങ്ങനെയും വരും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ? ക്രസ്റ്റ് പറഞ്ഞു, റൂട്ട് പറഞ്ഞു, ഡെപ്ത് ഓഫ് ത്രെഡ് പറഞ്ഞു, ത്രെഡ് ആംഗിൾ പറഞ്ഞു. നെക്സ്റ്റ് ആണ് ആക്സിസ്. ആക്സിസ് നമുക്ക് അറിയാം അല്ലേ, എന്താണ്, ആ ഒരു സിലിണ്ടറിൻ്റെ, ആ ഒരു ത്രെഡിൻ്റെ, സ്ക്രൂ ത്രെഡിൻ്റെ സെൻറ്റർ ലൈനാണ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മേജർ ആക്സിസ് എന്തായിരിക്കും, ടോപ്പിലും ഒരു ക്രസ്റ്റ് ഉണ്ട്, ബോട്ടത്തിലും ഒരു ക്രസ്റ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സിസ് ആണ് മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് എ സ്ക്രൂ ത്രെഡിനെയാണ് മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ താഴെ മുകളിലുമായിട്ട് എന്തുണ്ട്, ത്രെഡുകളും കാണുന്നുണ്ട്. ആ ത്രെഡുകൾ വരുന്ന ഒരു ആക്സിസ് ആണ് മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായിരിക്കും സ്മോളസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് പിച്ച് എന്ന് പറയുന്ന ഒരു ടേം. ഈ ഒരു ഫിഗറിൽ ഈ ഒരു മാർക്ക് ചെയ്ത് കണ്ടില്ലേ, ഇതാണ് പിച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഓൺ എ കോൺസിക്യൂട്ടീവ് ത്രെഡ്. അതെപ്പോഴും എങ്ങനെയാണ്, ആക്സിസിന് പാരലലായിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും പറഞ്ഞില്ലേ, അതിൻ്റെ മീനായിട്ട് വരുന്ന ഒരു ഡയമീറ്ററാണ് പിച്ച് ഡയമീറ്റർ. ഇറ്റ് ഈസ് ദ മീൻ ഡയമീറ്റർ ബിറ്റ്വീൻ ദ മേജർ ഡയമീറ്റർ ആൻഡ് മൈനർ ഡയമീറ്റർ ഓഫ് ദ സ്ക്രൂ ത്രെഡ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേമാണ് ലീഡ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്ക്രൂ നമ്മളിപ്പോൾ ഒരു വാളിലേക്ക് ഇതാക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു റെവല്യൂഷനിൽ അത് എത്രത്തോളം ഉള്ളിലേക്ക് പോയി, വാളിൻ്റെ ഉള്ളിലേക്ക് പോയി, ഇൻസേർട്ടായി, അതാണ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നമ്പർ ഓഫ് റെവല്യൂഷനിൽ എത്ര പോയി എന്നുള്ളത്, എത്ര ഡിസ്റ്റൻസ് പോയി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് പാരലൽ ടു എപ്പോഴും ആക്സിസിന് പാരലൽ ആയിരിക്കും. ദാറ്റ് ദ സ്ക്രൂ അഡ്വാൻസസ് ഇൻ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ. ഓക്കെ, ദാറ്റ്സ് കോൾഡ് ലീഡ് എന്ന്. ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സ്റ്റാർ ത്രെഡിൽ നമ്മൾ ലീഡ് എന്ന് പറയുന്നത് നമ്മളെ പിച്ചിന് ഈക്വൽ ആയിട്ട് വരും. പക്ഷെ ഒരു ഡബിൾ സ്റ്റാർ ത്രെഡ് ആണെങ്കിൽ അതിൻ്റെ ലീഡ് എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് പിച്ചും, അതേപോലെ തന്നെ ട്രിപ്പിൾ സ്റ്റാർ ത്രെഡ് ആണെങ്കിൽ അതിൻ്റെ ലീഡ് എന്ന് പറയുന്നത് 3 ടൈംസ് പിച്ചുമാണ്.
ഓക്കെ. പിന്നെ വേറൊന്ന് റൈറ്റ് ഹാൻഡ് ത്രെഡും വരുന്നുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ക്രൂ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പോൾ സ്ക്രൂ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതിന് നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ എന്നും, അതേപോലെ തന്നെ അതിന് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലെഫ്റ്റ് ഹാൻഡ് സ്ക്രൂ എന്നുമാണ് നമ്മൾ പറയുന്നത്. സോ മെയിനായിട്ട് വരുന്ന ടേംസുകളൊക്കെ നമ്മൾ എലമെൻസുകളൊക്കെ ഇപ്പം നോക്കിക്കഴിഞ്ഞു. ഇത്രയും എലമെൻറ്റ്സ് ആണ് നമുക്കിതിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഫുൾ എലമെൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ക്രസ്റ്റ് പറഞ്ഞു, പിന്നെ ത്രെഡ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെപ്ത്ത്. ഓക്കെ, എന്നുവെച്ചാൽ ക്രസ്റ്റിൻ്റെയും റൂട്ടിൻ്റെയും വരുന്ന ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡെപ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ത്രെഡ് ആംഗിളാണ്. അവിടെ വരുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ആക്സസ് എന്താണ്, മേജർ ആക്സസ് എന്താണ്, മേജർ ഡയമീറ്റർ എന്താണ്, മൈനർ ഡയമീറ്റർ എന്താണ്, പിന്നെ അതിൻ്റെ മീനാണ് പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ പിച്ച് എന്താണെന്നുള്ളത്, പിന്നെ ലീഡ് ഫിഗറിൽ കാണിക്കാൻ കഴിയില്ല, മനസ്സിലാക്കിയെടുക്കുക. ഒരു നമ്പർ ഓഫ് റെവല്യൂഷനിൽ എത്രത്തോളം ആ ഒരു ഇതിലേക്ക് പോയി, നമ്മൾ ഒരു വാളിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ വാളിലേക്ക് എത്രത്തോളം പോയി, ഉള്ളിലേക്ക് പോയി എന്നുള്ളതാണ് ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ, ലെഫ്റ്റ് ഹാൻഡ് സ്ക്രൂ, ഇത്രയേ ഉള്ളൂ നമ്മൾ എലമെൻറ്റ്സിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.